അമ്മേ, എന്താ മോനെ? വിശക്കുന്നമ്മേ, ഒന്നും ആയില്ലേ? മോനെ ഇരുന്നോ. രാവിലത്തെ ദോശയുണ്ട്. അമ്മ, നാളെ ബസ് ഫീസ് കൊടുക്കേണ്ടത്. അച്ഛൻ വരട്ടെ, വാങ്ങിത്തരാം. ശിവേ, ഇതെന്ന് ഇത്ര നേരത്തെ പണിക്കൊന്നും പോയിട്ടില്ലെന്ന്? ഞാൻ ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല. എല്ലാ ദിവസം തന്നെ പണിക്കൊന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയേ? കുറച്ച് ദിവസമായല്ലോ. അത് എനിക്കെന്തിന്റെ കുറവാ ഇവിടെ? മനസ്സിന് മനസ്സമാണില്ല അന്നേരം ഇവിടെ. നീ കച്ചവടം ഉണ്ടാക്കണം, പോയട്ടെ. ഞാൻ പോവാത്ത പോയപ്പാ അല്ലേ? ചെക്കന് നാളെ ഫീസ് എടുക്കണം. ഒരു സമാധാനം തരുമല്ല, കുളിച്ചല്ലേ. ഇതാ പരിപാടി അല്ലേ? ഇതേതാ സ്നേഹ? അത് ഇനി നോക്കണ്ട, സ്നേഹയിലുണ്ടാവും. നിങ്ങള് സ്നേഹേനെ ഇങ്ങോട്ട് കൂട്ടുന്ന, ഞാൻ എന്റെ വർക്ക് പോണ. ഹായ്, മാമൻ വന്നു. മക്കളെ വാ, എല്ലാരും വാ. അതെൻ കഥ ബുക്ക് വേണമെന്ന് പറഞ്ഞേ. ഇനിയല്ല ബുക്കിന് പറഞ്ഞേടാ. കഥ ബുക്ക് മോളല്ലല്ലോ പറഞ്ഞേടാ. എല്ലാരും ഭക്ഷണം കഴിച്ചാ? കഴിച്ചില്ലേ? എന്നാ മുട്ടായി. സുഖാണോ എല്ലാവർക്കും? മാമൻ 2 ദിവസം വരാൻ ചോദിച്ചാൽ മാമന് പണിയില്ലായിരുന്നു, അതുകൊണ്ടാ വരാൻ ചോദിച്ചു കേട്ടോ. അതാ വരണ്ടായി. നിലത്തെ ഭക്ഷണത്തിന്റെ എല്ലാം എന്താ സ്ഥിതി? ഭക്ഷണശാല എല്ലാം കുറവുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട്. അത് സാരമില്ലാന്ന്. ഞാന് വഴിയും പച്ചക്കറി സാധനം വണ്ടി കൊടുത്തുവിടാം. ദൈവം ഉണ്ടല്ലോ, നിങ്ങൾ ബേജാറാണ്ട, ഞാനും ഉണ്ടാവും. എന്നെ കൊണ്ട് ആളെന്നെ ഞാൻ ചെയ്തു തരും കേട്ടോ. നിങ്ങൾ ബാക്കിയെല്ലാം ശ്രദ്ധിച്ച് എല്ലാം ചെയ്യും. ശരി, എല്ലാരും പഠിക്കണം കേട്ടാ. മാമൻ പോയിട്ട് വരാട്ടാ. മാമൻ പോയിട്ട് വരുന്നു, വൈകുന്നേരം വരും കേട്ടാ എല്ലാരും. ഓക്കെ. ഇവിടെ ആരാ സ്നേഹ? ഇവിടെ സ്നേഹ എന്ന് പറഞ്ഞ ഒരാളില്ലല്ലോ. ഇത് ഇവിടെ ഒരു സ്ഥാപനമാണ്, സ്നേഹ വീട് എന്നുള്ള. നിങ്ങൾക്ക് ഫോട്ടോ കാണുന്ന ആളറിയാവോ? ഇവനാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവൻ ഇപ്പം വന്ന് പോയിക്കേ ഉള്ളൂ. അരിയും സാധനങ്ങളെല്ലാം ഇപ്പം കൊണ്ടുവരാ എന്നും പറഞ്ഞു പോയതാ. മക്കൾക്ക് ഏക ആശ്വാസം അവര് വരുന്നതാണ്. എന്റെ ഈശ്വര, ഈ മനുഷ്യനെയാണോ ഞാൻ കുറ്റപ്പെടുത്തിയത്? ഇതെന്തെങ്കിലും പോന്നേ? ഏട്ടാ, ഇത്രയും കാലം നിങ്ങളെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നീ അവിടെ പോയ കാര്യം ഞാൻ അറിയും. അവിടെയുള്ള കുരുന്ന മക്കളെ നീ കണ്ടായിരുന്നോ? അങ്ങനെയുള്ള എത്ര മക്കൾ നാട്ടിൽ പട്ടിണി കിടക്കണമെന്ന് എനിക്കറിയാമോ? അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായ നമുക്ക് അതിലും വലിയ പുണ്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ഗുണം നമ്മുടെ മക്കൾക്ക് വിട്ടുക. നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് ആരെയും സംശയിക്കരുത്, ഭാര്യ ആയാലും ഭർത്താവായാലും. ഇപ്പൊ മനസ്സിലായില്ലേ നമുക്ക്? ഇങ്ങനെ ഒരു നല്ല കാര്യത്തിനല്ലേ നിങ്ങൾ പോയത്. ഇനി ഞാനും ഉണ്ടാവും നിങ്ങളെ കൂടുതൽ എന്തിനും. അപ്പൊ എങ്ങനെയാ, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? നമുക്ക് ഇനി ഒരുമിച്ച് മുന്നേറാം. ഓക്കെ.